അല്പസമയം ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് ആ വാതിലിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അമ്മ പുറകിലൂടെ വന്ന് എന്താടാ എന്ന് ചോദിച്ച് തോളിൽ തട്ടി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് ഒന്നുമില്ലെന്ന ഭാവത്തിൽ നിന്നു. കാറ്റായിരിക്കും, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഡാ വേഗം കുളിച്ച് റെഡിയാക്, നമുക്ക് കടയിൽ പോയി വേഗം വരാം. ഞാൻ ഒരിക്കൽ കൂടി ആ പൂട്ടിയിട്ട റൂമിൻ്റെ വാതിലിലേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് ബാത്റൂമിലേക്ക് നീങ്ങി. കുളിച്ച് റെഡിയായി പ്രാതലം കഴിച്ച ശേഷം ഞാനും അമ്മയും കടയിലേക്ക് നടക്കാൻ തുടങ്ങി. റബ്ബർ തോട്ടത്തിനിടയിലൂടെയുള്ള ആ വഴി ചുറ്റും കാട് പിടിച്ച പ്രദേശമായിരുന്നു. വെയിൽ റബ്ബർ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നത് ഒഴിച്ചാൽ പ്രത്യേകിച്ച് ഭയപ്പെടാൻ ഒന്നും തോന്നിയില്ല. നടന്ന് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ 2 കടകളുള്ള ചെറിയൊരു കവലയിൽ എത്തി. ഒരു ചായക്കടയും ഒരു പലചരക്ക് കടയും. ഞങ്ങൾ പലചരക്ക് കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുമ്പോൾ അച്ഛനുമായി പരിചയമുള്ളതുകൊണ്ട് കടക്കാരൻ അമ്മയോട് ഓരോ വിശേഷങ്ങളും ചോദിച്ചു. സംസാരത്തിനിടയിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനെക്കുറിച്ച് അമ്മ പറഞ്ഞപ്പോൾ കടക്കാരൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ പറയാൻ വന്നത് പിന്നെ വേണ്ടെന്ന് വെച്ചതുപോലെ അയാൾ ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. എനിക്കതിൻ്റെ കാരണം ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും തോന്നിയില്ല. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷമുള്ള ഒരാഴ്ച പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. അമ്മ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഞാനും അച്ഛനും മാത്രമായി ആ വാടക വീട്ടിൽ. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. രാവിലെ വെച്ച ചോറ് ഉച്ചയാകുമ്പോഴേക്കും കേടായി പോകുക, കറി പെട്ടെന്ന് വളിച്ചു പോകുക. ആദ്യമൊക്കെ ചൂടിൻ്റെയോ വെള്ളത്തിൻ്റെയോ പ്രശ്നമാകുമെന്ന് കരുതി. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഹാളിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് പെട്ടെന്നൊരു പാത്രം വീഴുന്ന ശബ്ദം കേട്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ ഒന്നും വീണിട്ടില്ല. എല്ലാ പാത്രങ്ങളും അതാത് സ്ഥാനത്ത് തന്നെയുണ്ട്. ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം രാവിലെ അച്ഛന് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ഒരാവശ്യം വന്നത്. എടാ, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം, അത്യാവശ്യ കാര്യമുണ്ട്, അച്ഛൻ പറഞ്ഞു. പോയിട്ട് വാ എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. അച്ഛൻ പോയതിനു ശേഷം ആ വീട്ടിൽ ഞാൻ ആദ്യമായി ഒറ്റയ്ക്കായിരുന്നു. ആദ്യത്തെ കുറച്ച് മണിക്കൂർ വെറുതെ മൊബൈൽ നോക്കി സമയം കളഞ്ഞു. ഉച്ചയോടെ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ ആ പൂട്ടിയ മുറിയുടെ അടുത്തേക്ക് നടന്നു. അച്ഛൻ താക്കോൽ വെച്ച സ്ഥലം കണ്ടെത്തി. ആ പൂട്ടിയ മുറി തുറന്നു. വാതിൽ പതുക്കെ തള്ളി. ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ മുറി. ഒരു മൂലയിൽ പഴയ കുറച്ച് സാധനങ്ങൾ. ചന്ദനത്തിരിയുടെ നേരിയ മണം അവിടെ ബാക്കി നിന്നിരുന്നു. ഒരു ആശ്വാസത്തോടെ ഞാൻ മുറി അടച്ച് പൂട്ടി. വെറുതെ കിടക്കുന്ന ഒരു മുറി, ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അതിനുശേഷം വീടിനുള്ളിൽ ഞാൻ അല്ലാതെ മറ്റൊരാൾ കൂടി ഉള്ളതുപോലെ. ആരോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. ഹാളിൽ ഇരിക്കുമ്പോൾ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ഈ അസ്വസ്ഥതയോടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ്റെ ഫോൺ വന്നത്. റിങ് കേട്ട് ഞാൻ ഞെട്ടി. ജീവൻ പോകുന്ന അവസ്ഥയിൽ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ സമയം 12 മണി ആയിരുന്നു. കൊച്ചെ, എനിക്കിന്ന് വരാൻ പറ്റില്ല, നാളെ രാവിലെ വരാം. നീ കവലയിൽ താമസിക്കുന്ന നമ്മുടെ ഷാജിയുടെ വീട്ടിൽ പോയി രാത്രി കിടന്നു. ഇന്ന് ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാൻ ഷാജിയെ വിളിച്ച് പറഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. പോയേക്കാം, ഒറ്റയ്ക്കാണ്, പരിചയമില്ലാത്ത സ്ഥലവും. ഏതായാലും രാത്രി 8 മണിക്ക് പോകാമെന്ന് കരുതി. 1 മണിയായപ്പോൾ ടൗണിൽ ചെന്ന് ബീവറേജിൽ കയറി ഒരു കുപ്പി വാങ്ങി. അതിനുശേഷം ചിക്കൻ സ്റ്റാളിൽ നിന്ന് ചിക്കനും വാങ്ങി. തിരിച്ച് ഓട്ടോയിൽ വാടക വീട്ടിലെത്തുമ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. ഷാജി ചേട്ടൻ്റെ വീട്ടിൽ പോകണോ? എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എൻ്റെ മനസ്സ് രണ്ടായി പിരിഞ്ഞ് ഓരോന്ന് പറയാൻ തുടങ്ങി. അമ്മയുടെ ശിക്ഷണത്തിൽ അത്യാവശ്യം പാചകം പഠിച്ചിരുന്നതുകൊണ്ട് 2 പെഗ് കഴിച്ച് ഞാൻ തന്നെ ചോറും ചിക്കൻ കറിയും തയ്യാറാക്കി വെച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. പുറത്ത് ഇരുട്ട് പതുക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു. ഹാളിലെ ലൈറ്റുകളെല്ലാം ഓണാക്കി ഗ്ലാസും കുപ്പിയും വെള്ളവും കുറച്ച് ചിക്കനും എടുത്ത് ഞാൻ വരാന്തയിൽ ഇരുന്നു. കൂട്ടുകാരെ വീഡിയോ കോൾ വിളിച്ച് ബഹളമായി. അവരുടെ തമാശയും ചിരിയുമൊക്കെ ആയപ്പോൾ ആ വീടിൻ്റെ നിശബ്ദത ഞാൻ കുറച്ചൊന്നും മറന്നിരുന്നു. സംസാരവും ചിരിയും തുടർന്നുകൊണ്ടേയിരുന്നു. 4ാമത്തെ പെഗ്ഗും കഴിഞ്ഞു. കുപ്പിയുടെ പകുതി തീർന്നിട്ടും എന്തുകൊണ്ടോ എനിക്കൊരു കിക്കും കയറുന്നില്ല. ബോധം സാധാരണ പോലെ നോർമലാണ്. എടാ അനീഷേ, ഇത്രയും കഴിച്ചിട്ട് എന്താടാ കിക്ക് കയറാത്തെ? ഞാൻ കുപ്പി പൊക്കി കാണിച്ചുകൊണ്ട് തമാശയായി ചോദിച്ചു. വല്ല പച്ചവെള്ളവും കലക്കി തന്ന സാധനമായിരിക്കും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് ഞാനും ചിരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. സാധാരണ ഇത്രയും കുടിച്ചാൽ അപ്പോഴേക്കും നല്ല മൂഡാവേണ്ടതാണ്. ഇന്ന് മാത്രം എന്തോ ഒരു വ്യത്യാസം. ഫോൺ സംസാരത്തിനിടയിൽ അച്ഛൻ്റെ കോൾ വരുന്നത് കണ്ട ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കൊണ്ടുവച്ച ചിക്കൻ തീർന്നിരുന്നു. കുറച്ചുകൂടി എടുത്തിട്ട് അച്ഛനെ തിരിച്ച് വിളിക്കാമെന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് നടന്നു. പൂട്ടിയ മുറിയുടെ വാതിലിന് നേരെ എത്തിയപ്പോൾ
പെട്ടെന്ന് നെഞ്ചിൽ ഒരു ഭാരം പിന്നോട്ട് തള്ളുന്നത് പോലെ തോന്നി. കാലുകൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടും ആരോ ബലമായി പിടിച്ചു നിർത്തിയതുപോലെ. ശ്വാസം വലിച്ചെടുക്കാൻ പോലും പ്രയാസം. ഒരു നിമിഷം എനിക്ക് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. പിന്നെ ഞാൻ ഭയന്ന് എങ്ങനെയോ പുറകോട്ട് തിരിഞ്ഞ് ഹാൾ കടന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. ശ്വാസം കിട്ടാതെ പുറത്തുനിന്ന് കിതച്ചു. നെഞ്ചെടുപ്പ് സാധാരണ നിലയിലാകാൻ കുറച്ച് നിമിഷങ്ങൾ എടുത്തു. അപ്പോഴാണ് ഒരു ബൈക്ക് വരുന്നത് കണ്ടത്. ബൈക്കുകാരൻ എൻ്റെ അരികിൽ നിർത്തിയിട്ട് എന്നോടായി ചോദിച്ചു, നീ എന്താ വരാത്തത്? അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. നിന്നെ കാണാത്തത് കൊണ്ടാ വന്നത്. വാ പോകാം. അച്ഛൻ്റെ സുഹൃത്തായ ഷാജി ചേട്ടനായിരുന്നു അത്. ഞാനൊന്നും പറയാതെ വീട്ടിൽ കയറി ലൈറ്റുകൾ ഓഫ് ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന കുപ്പി അരയിൽ തിരുകി വാതിൽ പൂട്ടിയ ശേഷം വേഗം ബൈക്കിൽ കയറിയിരുന്നു. ചേട്ടൻ ബൈക്ക് തിരിച്ച് മുന്നോട്ടെടുത്തു. അപ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ബൈക്ക് ആ വീട്ടിൽ നിന്ന് അകന്നു പോകുന്തോറും എൻ്റെ നെഞ്ചിലെ ഭാരം കുറഞ്ഞു വരുന്നത് ഞാൻ വ്യക്തമായി അറിഞ്ഞു. പക്ഷേ അതോടൊപ്പം ഇത്ര നേരം കയറാതിരുന്ന മദ്യത്തിൻ്റെ ലഹരി പതുക്കെ ശരീരമാകെ കയറാൻ തുടങ്ങിയിരുന്നു. വഴിയിൽ കണ്ട ഒരു കട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഷാജി ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. വണ്ടി നിർത്തിയ ശേഷം ചേട്ടൻ തിരിഞ്ഞ് എന്നോട് ചോദിച്ചു, എന്താടാ? എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, നമുക്ക് കഴിക്കാം, പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണോ? നീ വരുന്നത് കൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, കഴിച്ചിട്ട് പോകാം, ചേട്ടൻ നല്ലൊരു കുടിയൻ്റെ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ വഴിയിൽ കണ്ട ഒരു കടയിൽ കയറി കുട്ടികൾക്ക് വേണ്ട പലഹാരം വാങ്ങി. കുപ്പിയിൽ ഉണ്ടായിരുന്ന ബാക്കിയും അവിടെ വെച്ച് കാലിയാക്കി നേരെ ഷാജി ചേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഷാജി ചേട്ടന് 2 കൊച്ചു പെൺകുട്ടികളാണ്. ഞങ്ങളെ കണ്ടതും ചേച്ചി ഓടി വന്നു. കുട്ടികൾക്ക് വാങ്ങിയ പലഹാരം ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് കുറച്ചു നേരം വിശേഷങ്ങൾ പങ്കുവെച്ചു. 2 ബ്രാൻഡിൻ്റെ ലഹരിയിൽ ഷാജി ചേട്ടനും ഞാനും മതിമറന്നു. എൻ്റെ തമിഴ്നാട് വിശേഷങ്ങളും അവരുടെ കല്യാണ വിശേഷങ്ങളുമായി ചിരിയും തമാശയുമായി ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ 9 മണിയോടെ ഷാജി ചേട്ടൻ എന്നെ തിരിച്ച് വാടക വീട്ടിൽ എത്തിച്ചു. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, വരാടാ എന്ന് പറഞ്ഞ് ചേട്ടൻ തിരിച്ചുപോയി. ഞാൻ വാതിൽ തുറന്ന് വീടിനുള്ളിൽ കയറി നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചോറും ചിക്കൻ കറിയും നോക്കിയപ്പോൾ രണ്ടും വളിച്ചു പൊന്തിയിരുന്നു. അതെല്ലാം കൊണ്ടുകളഞ്ഞ് അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ സമയം 11 മണിയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ കോൾ വന്നത്. ഡാ കൊച്ചെ, ഞാൻ 12 മണിയാകുമ്പോൾ എത്തും. നീ കടയിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൂ, ബാക്കി വന്നിട്ട് പറയാം. അതും പറഞ്ഞ് അച്ഛൻ ഫോൺ വെച്ചു. ഞാൻ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ അമ്മ പലവട്ടം വിളിച്ചിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സും. കുറച്ചു നേരം ഫോൺ നോക്കി വരാന്തയിൽ ഇരുന്നതിന് ശേഷം വീട് പൂട്ടി ഞാൻ കവലയിലെ കടയിലേക്ക് നടന്നു. കടയിലെത്തി സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോൾ കടക്കാരൻ എന്നെ നോക്കി ചോദിച്ചു, അച്ഛൻ ഇന്നലെ വന്നില്ല അല്ലേ? നീ ഇന്നലെ ഒറ്റയ്ക്കാണോ ആ വീട്ടിൽ കിടന്നത്? അല്ല ചേട്ടാ, ഷാജി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു രാത്രി. പോകുന്നില്ലെന്ന് വെച്ചതാ, പക്ഷേ പുള്ളി എന്നെ കൂട്ടാൻ വന്നു. ഞാൻ പറഞ്ഞു, അത് നന്നായി മോനെ, നിന്റെ അച്ഛനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതൊന്നും വലിയ പ്രശ്നമല്ല, കടക്കാരൻ പറഞ്ഞു. അത് കേട്ട ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ ചേട്ടാ, വല്ല സാത്താൻ കോട്ടയുമാണോ? ആ വീടിന് എന്താ കുഴപ്പം? അദ്ദേഹം ഒരു നിമിഷം എന്നെ നോക്കി, പിന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. നിനക്ക് പേടിയില്ലെങ്കിൽ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ധൈര്യം ഭാവിച്ച് ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു യുവതിയും കുടുംബവും താമസിച്ചിരുന്നു. അവർക്കൊരു 7 മാസം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് നിർത്തി സാധനം എടുത്ത് കൊടുക്കുന്നതിനിടയിൽ തുടർന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരുമായി എന്തോ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്നാ കേട്ടത്. ഒരു ദിവസം അമ്മയും കുഞ്ഞും അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ഒരു നിമിഷം ഞങ്ങൾക്കിടയിൽ നിശബ്ദത നിറഞ്ഞു. അയാൾ ശബ്ദം താഴ്ത്തി തുടർന്നു, അതിനുശേഷം ആ വീട്ടിൽ അതിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ നടത്തി ഒഴിപ്പിച്ചെന്ന് പറഞ്ഞ് കുറച്ചു കാലം ശാന്തമായിരുന്നു. പിന്നെ ഒരു കന്നഡ കുടുംബം 6 മാസത്തോളം അവിടെ താമസിച്ചു. അവർ പോയതിനു ശേഷം 3 വർഷത്തോളം ആ വീട് ആരും എടുത്തില്ല. അപ്പോൾ അച്ഛൻ? ഞാൻ ചോദിച്ചു തുടങ്ങിയതും അയാൾ തലയാട്ടി. അതേ മോനെ, 3 വർഷത്തിന് ശേഷമാണ് നിന്റെ അച്ഛൻ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നത്. 1 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വേറെ വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തി. അപ്പോഴേക്കും കടയിൽ തിരക്ക് കൂടിയിരുന്നു. അത് കേട്ടതും എൻ്റെ മനസ്സിൻ്റെ ധൈര്യം പാടെ ചോർന്നു പോയിരുന്നു. സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും പുറത്തു നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടതും എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി. നിങ്ങൾ ഇപ്പോൾ വന്നതേയുള്ളോ? ഞാൻ ചോദിച്ചു. ഇപ്പോൾ വന്നതേയുള്ളൂ. പുതിയ വാടക വീട് ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റണം. അതാ ഞാനും വന്നത്. അവിടെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണ്ടേ? നീ താക്കോൽ തന്നെ എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ നേരെ കൈ നീട്ടി. ഞാൻ താക്കോൽ കൊടുത്തു. അപ്പോഴേക്കും അച്ഛൻ അടുത്തേക്ക് വന്നു. കൊച്ചേ, ഞാൻ നേരത്തെ ചോദിച്ച വീടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഹൗസ് ഓണർ വിളിച്ച് പറഞ്ഞത് ഇന്നു മുതൽ താമസിക്കാമെന്ന്. അത് പറയാൻ ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു, പക്ഷെ നീ ഫോൺ എടുത്തില്ല. പിന്നെ വിചാരിച്ചു വന്നിട്ട് പറയാമെന്ന് കരുതി. ഇവിടുന്ന് എടുക്കാൻ അധികമൊന്നുമില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് വണ്ടി വരും. വാ, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കാം.
അതും പറഞ്ഞ് അച്ഛൻ വീടിനുള്ളിലേക്ക് നടന്നു. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരാശ്വാസം തോന്നിയത്. ഇനി ഈ പ്രേതക്കൂട്ടിൽ കിടക്കണ്ടല്ലോ. മനസ്സിൽ അതും പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ പിന്നാലെ വീടിനുള്ളിലേക്ക് നടന്നു. ഹാളിലെത്തിയപ്പോൾ ഞാൻ ആ പൂട്ടിയ റൂമിലേക്ക് നോക്കി. ആ പൂട്ട് വളരെ പതുക്കെ ആടുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ എന്തിനു ഭയക്കണം എന്ന ധൈര്യത്തോടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ പാത്രങ്ങൾ കഴുകി തുടച്ച് ചാക്കിൽ വെക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഒരു കുപ്പിയും 2 ഗ്ലാസും എടുത്തു വെച്ച് എൻ്റെ വരവും കാത്ത് അമ്മയ്ക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊച്ചെ, ആ കവറിൽ സോഡയും വെള്ളവുമുണ്ട്. വേഗം ഒന്ന് ഒഴിക്കടാ, എന്നിട്ട് പണി തുടങ്ങാം. ഞാൻ ഒട്ടും വൈകാതെ സോഡയും വെള്ളവും ഒഴിച്ച് ഓരോന്നും ഞാനും അച്ഛനും കഴിച്ചു. അങ്ങനെ ഓരോന്നും അടിച്ചും സംസാരിച്ചും സാധനങ്ങൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ സമയം 3 മണിയായിരുന്നു. 4 മണിക്ക് വണ്ടി വരും, ഇനി എടുത്തു വയ്ക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് അമ്മയോട് ചോദിച്ച ശേഷം അച്ഛൻ എന്നോടായി പറഞ്ഞു, അമ്മ കഴിക്കാൻ പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ടുണ്ട്, 2 കൂടി അടിച്ചിട്ട് കഴിക്കാം, പോരെ? മതി എന്ന് ഞാനും പറഞ്ഞു. ഞങ്ങൾ 2 പേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നത് കണ്ട അമ്മ ഗൗരവത്തോടെ, തന്തയ്ക്ക് പറ്റിയ മോൻ തന്നെ എന്നും പറഞ്ഞ് 2 പ്ലേറ്റും എടുത്ത് കഴുകാനായി അമ്മ പുറത്തുള്ള ടാപ്പിലേക്ക് നടന്നു. ഞാൻ അച്ഛനെ നോക്കി ചോദിച്ചു, എന്നെ ഈ പ്രേതക്കൂട്ടിൽ ഇട്ടിട്ടല്ലേ അച്ഛൻ പോയത്? അച്ഛൻ സംസാരം കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു, അതല്ലേ നിന്നോട് പറഞ്ഞത്, രാത്രി ഷാജിയുടെ വീട്ടിൽ പോയി കിടക്കാൻ? പിന്നെ അച്ഛനോട് ഞാനൊന്നും മറച്ചു വെച്ചില്ല. വാടക വീട്ടിലെത്തിയ അന്നു മുതൽ ഇന്നലെ രാത്രി വരെ എനിക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചു പറഞ്ഞു. അത് കേട്ട് പാത്രം കഴുകി വന്ന അമ്മ ഒരു ഭയത്തോടെ ആ വീടിനെ നോക്കി അച്ഛനോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, മനുഷ്യ, ഞങ്ങളെ പേടിപ്പിച്ച് കൊല്ലാനായിരുന്നു ഈ പ്രേത വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്? ഇത് കേട്ട് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് നിന്നെ അത് പേടിപ്പിക്കാൻ വന്നില്ലല്ലോ. അനുഭവം എനിക്കും അവനും അല്ലേ ഉണ്ടായത്? നിങ്ങൾക്കോ? അമ്മ ഒന്ന് ഞെട്ടിയിട്ട്, പിന്നെന്താ നിങ്ങൾ ഇത് പറയാത്തത്? അമ്മ ചോദിച്ചു. അതെ, എനിക്കും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും പറഞ്ഞ് ഒരു ഗ്ലാസ് മദ്യം കൂടി അകത്താക്കി അച്ഛൻ തൻ്റെ അനുഭവം പറഞ്ഞു തുടങ്ങി. നിനക്കറിയാമല്ലോ, ഈ വീട് എടുത്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ എന്ന്. ഇവിടെ താമസിക്കുന്ന സമയത്ത് രാത്രി 2 അകത്താക്കി പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. അച്ഛൻ അമ്മയോടായി പറഞ്ഞ ശേഷം പിന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ വരുന്നതിന് 2 ദിവസം മുൻപ്, വരുന്നതിൻ്റെ തലേ ദിവസം പകൽ മുഴുവൻ മഴയും കാറ്റും കാരണം വഴി ബ്ലോക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് ടൗണിലേക്കൊന്നും ഞാൻ പോയില്ല. രാവിലെ പോയ കറണ്ട് പിന്നെ വന്നതുമില്ല. പിറ്റേന്ന് അങ്ങോട്ടല്ലേ വരുന്നത് എന്ന് കരുതി മെഴുകുതിരി കത്തിച്ച് രാത്രി 9 മണി വരെ പുറത്തിരുന്നു. തണുപ്പത്ത് ഓരോന്ന് ചിന്തിച്ച് ബീഡിയും വലിച്ച് സമയം പോയത് അറിഞ്ഞില്ല. കോടമഞ്ഞും തണുപ്പും കൂടി വരുന്നുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ ആദ്യ വണ്ടിക്ക് അങ്ങോട്ട് കയറാമെന്ന് കരുതി ഞാൻ കിടക്കാനൊരുങ്ങി. റൂമിൽ കിടന്നില്ല, ആ വീടിന്റെ ഹാളിൽ ആ പൂട്ടിയിട്ട മുറിയുടെ മുന്നിലുള്ള സോഫയിലായിരുന്നു ഞാൻ കിടന്നത്. വേണ്ടതൊക്കെ ബാഗിൽ വെച്ച ശേഷം ഒരു ബീഡി കൂടി കത്തിച്ച് വലിച്ചു. കുറച്ചു കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വിരിച്ച് ലൈറ്റ് അടുത്ത് വെച്ച് മെഴുകുതിരി ഊതിക്കെടുത്തി കിടന്നു. അപ്പോൾ സമയം രാത്രി 11:30 ആയിരുന്നു. അല്പസമയം കൊണ്ട് ഞാൻ ഉറങ്ങുകയും ചെയ്തു. ഏകദേശം 1:30 മണിയായി കാണും. എൻ്റെ മുഖത്തോട് ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കുറുകുറുമ്പൽ വ്യക്തമായി കേൾക്കുന്നു. പിന്നെ മുട്ടിലിഴയുന്ന ശബ്ദം. ഞാൻ ലൈറ്റ് തെളിയിക്കാൻ നിന്നില്ല. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ തട്ടലും മുട്ടലും ശബ്ദം കേട്ടത്. ആ കുഞ്ഞ് അങ്ങോട്ടേക്ക് മുട്ടിലിഴഞ്ഞ് നിരങ്ങി പോകുന്ന ശബ്ദവും വ്യക്തമായിരുന്നു. ഞാൻ അനങ്ങാതെ തന്നെ കിടന്നു. ടോർച്ച് കയ്യിൽ പിടിച്ചു. ടേബിളിൽ വെച്ചിരുന്ന റബ്ബർ കത്തിയും മെല്ലെ എടുത്തു. അടുക്കളയിൽ നിന്ന് ആരോ ഹാളിലേക്ക് നടന്നു വരുന്നതിന്റെ കാലൊച്ച കേൾക്കാം. നേരെ ആ പൂട്ടിയ മുറിയുടെ വാതിൽ മെല്ലെ തുറക്കുന്ന ശബ്ദം. പിന്നെ വീണ്ടും അത് മെല്ലെ അടയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും അടുക്കളയിലേക്ക് പോകുന്ന കാലൊച്ച. പിന്നെ പാത്രങ്ങൾ എടുക്കുന്നതും വെക്കുന്നതുമായ ശബ്ദങ്ങൾ. അതിനിടയിൽ ആ കുഞ്ഞ് കൈ നിലത്തടിച്ച് മുട്ടിലെഴിഞ്ഞ് ഹാളിലേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നതോടൊപ്പം ബാത്റൂമിലെ ടാപ്പിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് വീഴുന്നതും കേൾക്കാം. അതേസമയം ആ കുഞ്ഞ് ഞാൻ കിടക്കുന്ന സോഫയുടെ തൊട്ട് താഴെ എത്തിയിരുന്നു. കുഞ്ഞ് ശ്വാസം വിടുമ്പോൾ ആ കുറുകുറുപ്പ് പോലും വ്യക്തമായി കേൾക്കാം. ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ആ കുഞ്ഞ് എന്നെ നോക്കുകയായിരിക്കും, അല്ലെങ്കിൽ കളിക്കുകയായിരിക്കും. അല്പം കഴിഞ്ഞ് ബാത്റൂമിലെ ശബ്ദം നിന്നു. വീണ്ടും ഹാളിലേക്ക് നടന്നു വരുന്ന കാലൊച്ച. നേരെ ആ പൂട്ടിയ മുറി മെല്ലെ തുറക്കുന്നു. ശേഷം ആ കാലൊച്ച ഞാൻ കിടക്കുന്ന സോഫയുടെ നേരെ വരുന്നു. എൻ്റെ കൈകൾ ടോർച്ചിലും റബ്ബർ കത്തിയിലും പിടിമുറുക്കി. നിമിഷങ്ങൾക്കകം ആ കാലൊച്ച തിരിഞ്ഞ് ആ പൂട്ടിയ മുറിയിൽ കടന്നു. ആ കുഞ്ഞിന്റെ കുറുകുറുപ്പ് ആ മുറിക്കുള്ളിൽ നിന്ന് ചെറുതായി കേൾക്കാമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് ആ വാതിൽ മെല്ലെ അടഞ്ഞു. പിന്നെ ശബ്ദമൊന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ചുനേരം കൂടി അങ്ങനെ തന്നെ കിടന്നു. പിന്നെ പതുക്കെ കണ്ണു തുറന്നു. ചുറ്റും കനത്ത ഇരുട്ട് മാത്രം. ടോർച്ചടിച്ച് ചുറ്റും നോക്കി. ആ പൂട്ടിയ മുറിയുടെ വാതിലിൽ ടോർച്ചടിച്ചു നോക്കി. ആ മുറി പൂട്ടി തന്നെ കിടക്കുന്നു. സമയം നോക്കിയപ്പോൾ 3:30 കഴിഞ്ഞിരുന്നു. ഞാൻ മെഴുകുതിരി കത്തിച്ചു. ഹാൾ മുഴുവൻ വെളിച്ചമായി. പുതപ്പ് പുതച്ചുകൊണ്ട് സോഫയിലിരുന്ന് ഒരു ബീഡി കത്തിച്ച് പുകയൂതി വിട്ടു. ആ അമ്മയെയും കുഞ്ഞിനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് 4-5 ബീഡി വലിച്ചു തീർത്തപ്പോൾ സമയം 4:30 മണിയായിരുന്നു.
ഉടനെ എഴുന്നേറ്റ് ഒരു ബീഡി കൂടി കത്തിച്ച് ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങുന്നതിനു മുൻപ് ആ പൂട്ടിയ മുറിയുടെ വാതിൽ നോക്കിയ ശേഷം വീട് പൂട്ടി കവലയിലേക്ക് നടന്നു. ഇത്രയും പറഞ്ഞ് അച്ഛൻ ഞാൻ ഒഴിച്ചു വെച്ച മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അച്ഛൻ്റെ അനുഭവം കേട്ട് ഞാനും അമ്മയും അന്തം വിട്ടു നിന്നു. അപ്പോഴേക്കും വൈകുന്നേരം 4 മണി കഴിഞ്ഞു. സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ടെമ്പോ വന്നു കഴിഞ്ഞിരുന്നു. നമുക്കിനി അവിടെ പോയിട്ട് കഴിക്കാൻ കൊച്ചേ, ഇനി വേഗം സാധനങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തു വെക്ക്, ഞാൻ വീട് പൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ വീടിനുള്ളിലേക്ക് നടന്നു. ഞാനും അമ്മയും ഓരോ കെട്ടായി വണ്ടിയിൽ കയറ്റി. അല്പസമയം കഴിഞ്ഞ് വീട് പൂട്ടി അച്ഛനും പുറത്തു വന്നു. എന്നാ പോകാം, നീ പുറകിലിരുന്നു, ഞാനും അമ്മയും മുന്നിലിരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഡോർ തുറന്ന് അമ്മയെ വണ്ടിയിൽ കയറ്റി. ഞാൻ ടെമ്പോയുടെ പിറകിലേക്ക് ചാടിക്കയറി. അച്ഛനും കയറിയതോടെ ടെമ്പോ ആ വീടിനോട് വിട പറഞ്ഞ് പതുക്കെ അകന്നുകൊണ്ടിരുന്നു. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ആ വീടിനെ ഒന്നുകൂടി നോക്കി. ഇപ്പോൾ ആ വീടിനെ അവസാനമായി കാണുമ്പോൾ എന്തുകൊണ്ടോ ഒരു വല്ലാത്ത സങ്കടം എന്നിലേക്ക് കയറി വന്നു. അങ്ങ് ദൂരെ ആ വാടക വീട് മങ്ങി മങ്ങി മറയുന്നത് ഞാൻ നോക്കി നിന്നു. ചിലപ്പോൾ ആ അമ്മയും കുഞ്ഞും ഞങ്ങളുടെ യാത്ര നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകാം, ഒരിക്കലും തീരാത്ത കാത്തിരിപ്പോടെ.